നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ് രാജ്യമുള്ളത്. ലോകമാകെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണമായിരുന്നു. ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നമ്മുടെ ജനപ്രതിനിധി വയനാടിൻ്റെ കൽപ്പറ്റയുടെ MLA അഡ്വക്കേറ്റ് ടി സിദ്ദീഖാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. പ്രേക്ഷകർക്ക് ആദ്യം അറിയേണ്ടത്, എങ്ങനെ ഈ ആക്രമണത്തിൽ നിന്ന് നിങ്ങളും കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ രക്ഷപ്പെട്ടു എന്നാണല്ലോ ആദ്യം അറിയേണ്ടത്. ഞങ്ങൾ കേരള നിയമസഭയുടെ അഷ്വറൻസ് കമ്മിറ്റിയുടെ ഇൻ്റർ സ്റ്റേറ്റ് എക്സ്ചേഞ്ചുകളുണ്ടാവും ഇടയ്ക്ക്. അത് 5 വർഷത്തെ ടേമിനിടയിൽ 2 തവണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1-2 തവണ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ യാത്ര ചെയ്തതാണ്. കാശ്മീർ അതുപോലെ പഞ്ചാബ്, ഈ 2 സ്റ്റേറ്റിലെ അസംബ്ലികളുമായിട്ടുള്ള ഇൻ്റർ എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഇവിടെയുള്ള ഡെവലപ്മെൻറ്റ്സും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഇത് രണ്ടും തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യാനും എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ച് നമ്മുടെ നിയമസഭാ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് ഈ പ്രവർത്തനം. അപ്പോൾ അതിനുവേണ്ടി ശ്രീ KPA മജീദാണ് ഞങ്ങളുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ആൻസലൻ MLA നെയ്യാറ്റിൻകര, പ്രിയപ്പെട്ട ശ്രീ M മുകേഷ്, പിന്നെ ഞാനും, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുന്നത് 22-ാം തീയതിയാണ് എത്തുന്നത്. ഞങ്ങൾ ആക്ച്വലി പഹൽഗാമിൽ പോകാൻ വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഈ ആക്രമണം വന്ന പശ്ചാത്തലത്തിൽ പഹൽഗാം യാത്ര ഞങ്ങൾ മാറ്റിവെച്ചു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ താമസിച്ച ഇടത്ത് നിന്ന് അറൗണ്ട് 60-65 കിലോമീറ്റർ ദൂരത്താണ് പഹൽഗാം ഉള്ളത്. ഞങ്ങളവിടെ ഇറങ്ങി കഴിഞ്ഞ് ഈ വാർത്ത വന്നു കഴിഞ്ഞതിന് ആദ്യ വിവരം അറിയുന്നത് എങ്ങനെയാണ്? ഈ വാർത്ത വന്നതോടുകൂടി തന്നെ സ്പ്രെഡായല്ലോ. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പിന്നെ വിവരങ്ങൾ അറിയുന്നുണ്ട്. അറിഞ്ഞ ഉടനെ തന്നെ ഈ ഞങ്ങൾ 2-3 സ്ഥലങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ പോകണം എന്നുള്ളത് നിശ്ചയിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് കാശ്മീർ ആകുമ്പോൾ കാശ്മീരിൽ ചില സ്ഥലങ്ങളൊക്കെ കൂടെ സന്ദർശിക്കാം എന്നുള്ളത് കരുതി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല, നിങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് ഇടയ്ക്ക് വെച്ച് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഞങ്ങൾക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. അവിടെയുള്ള പട്ടാളത്തിൻ്റെ, പോലീസിൻ്റെ, സേനാ സംവിധാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഞങ്ങൾക്കുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ആദ്യം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്നതായിരിക്കുന്ന തലശ്ശേരിയിൽ നിന്ന് വന്നതായിരിക്കുന്ന ഒരു മലയാളി സംഘത്തെ, ഒരു വലിയ സംഘമാണ്. അവർ പഹൽഗാം ആക്രമണം നടന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ നിന്ന് പോകുന്നതാണ്. അവർ വളരെ അല്ലാതെ ഭയവും ആശ്ചര്യത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ സത്യത്തിൽ പഹൽഗാം പോകാനിരുന്നതായ സമയം തൊട്ടടുത്ത ദിവസമാണ്. അതെ, അടുത്ത ദിവസമാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ യാത്രയൊക്കെ ഞങ്ങൾ റീഷെഡ്യൂൾ ചെയ്ത് മാറ്റി പിന്നെ പുനഃക്രമീകരിച്ചാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. 2 കാര്യം നടന്നു. ഒന്ന്, പഹൽഗാം ഇൻസിഡൻറ്റിൽ മലയാളി ശ്രീ രാമചന്ദ്രൻ പെട്ടു എന്ന് വിവരം കിട്ടിയപ്പോൾ ആരാണ് ഈ രാമചന്ദ്രൻ? അപ്പോൾ എറണാകുളത്താണ്. ഉടനെ എടപ്പള്ളി ആ ഏരിയയിലാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ TJ വിനോദ് MLA വിളിച്ചു. TJ വിനോദിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ രാമചന്ദ്രൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നു, ശരിയാണോ, വല്ല വിവരം കിട്ടിയോ? അദ്ദേഹം പറഞ്ഞു, രാമചന്ദ്രൻ ഉൾപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അതിനു മുമ്പൊരു സംഭവം നടന്നു. ഈ പഹൽഗാം ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ളതായ ഒരു MLA ബഷീർ അഹമ്മദ് എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം ഒരു ബഷീർ അഹമ്മദ് ഭട്ട്, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം കേരള അസംബ്ലിയിൽ മുമ്പ് സന്ദർശനം നടത്തി. അപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്. അപ്പം ഞാൻ ഈ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരാളുണ്ട്, രാമേന്ദ്രൻ. അപ്പം വാർത്ത അപ്പോഴത്തേക്ക് വന്നു. ഉണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം മുഴുവൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനം അനുവദിക്കാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസർ ഞങ്ങളുടെ കൂടെയുണ്ട്, നദീം. പിന്നെ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ പട്ടാള ഉദ്യോഗസ്ഥന്മാരും സംവിധാനങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ രാത്രി ഞാൻ ഒരു അസ്വസ്ഥതയോടുകൂടി ഫോൺ ചെയ്ത് ഞാൻ പുറത്ത് നടക്കുകയായിരുന്നു സർക്യൂട്ട് ഹൗസിൽ. പുറത്ത് നടക്കുമ്പോൾ എന്നെ അവിടുത്തെ ജീവനക്കാരൻ വന്ന് എന്നെ കുറച്ച് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റില്ല, അകത്തോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഭയചകിതമായ ഒരു അന്തരീക്ഷം ഞങ്ങൾ താമസിച്ച സ്ഥലത്തും നിലനിൽക്കുകയായിരുന്നു. ഞാൻ ഉടനെ TJ വിനോദിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഈ നമ്പർ കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, മകളായിരിക്കും എടുക്കുക, മകളുടെ പേര് ആരതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരതിയെ ഒന്ന് MLA വിളിച്ചു പറയണം, ഞാൻ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളത്. അപ്പം ഞാൻ ആരതിയെ വിളിച്ചു. നമ്മളെ T സിദ്ദിഖ് MLA ആണ്, ഞങ്ങളുടെ കാശ്മീരിലുണ്ട്, വിഷമവും പ്രയാസങ്ങളൊക്കെ അറിഞ്ഞു, ധൈര്യമായിട്ട് മോള് നിൽക്കണം, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, ഞങ്ങൾ എവിടേക്കാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ വരാം. ഞങ്ങളുടെ പ്രോട്ടോക്കോൾ ഓഫീസർ ഈ മരണമടഞ്ഞ ആളുകളുടെ സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോള് മലയാളികൾ ആരും ഇവിടെ ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വിഷമോ പ്രയാസമോ ഞാനും അതുപോലെ KPA മജീദും മുകേഷും ആൻസലിനും ഒക്കെ ഇവിടെയുണ്ട്, ഞങ്ങളെല്ലാവരും കൂട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള ഒരു വിഷമോ പ്രയാസമോ മോള് ഐസൊലേറ്റഡായി എന്നുള്ളൊരു ഫീലിംഗ് വേണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ കുട്ടികളെ എടുത്ത് പോന്നു. സ്റ്റാർസ് ഓഫ് കാശ്മീർ എന്ന് പറയുന്ന ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ താമസിക്കുന്നിടത്തേക്ക് മക്കളെ അമ്മയുടെ കൂടെ ആക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മക്കളെ ആക്കി കഴിഞ്ഞ് ഈ കുട്ടി നേരെ കാശ്മീരിലുള്ളതായ ബോഡി മുഴുവൻ അങ്ങോട്ടാണ് എത്തിച്ചിരിക്കുന്നത്. ശ്രീനഗറിലെ BHMC ഹോസ്പിറ്റലിലേക്ക് ബോഡി എത്തിച്ച സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ബോഡി ഐഡൻറ്റിഫിക്കേഷൻ, ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം, ഇത്രയും കാര്യങ്ങൾ മുഴുവൻ അവിടെ ക്രമീകരിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഉടനെ ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ നീക്കണം എന്ന് ഉടനെ KC വേണുഗോപാൽ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. വേണ്ട ഇടപെടൽ നടത്തണം എന്നുള്ളത് പറഞ്ഞു. ഒമർ അബ്ദുള്ളയുടെ ഓഫീസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓൾറെഡി KC വേണുഗോപാൽ അവിടെ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ഈ മലയാളി ഉണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹവും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായി. അപ്പോൾ ഒരു ടേക്ക് കെയർ ചെയ്യാനുള്ളതായ ആളുകളും പരസ്പരം ബന്ധപ്പെടാനുള്ള ആളുകളും ഉണ്ടായി എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോഴും എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ രാമചന്ദ്രൻ്റെ മകൾ ആരതി, ഭാര്യ ഷീല, ഈ ഭാര്യ കുറച്ച് കാർഡിയാക് പ്രശ്നങ്ങളുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ മകളെ കയ്യിൽ നിന്ന്, മകൾ പറഞ്ഞു ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് പോരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഞാൻ അങ്ങനെ മകനെ വിളിച്ചു, ബാംഗ്ലൂരിലുള്ള മകനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അടുത്ത ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യാനുള്ള നടപടി എടുത്തു, ഉടനെ തിരിച്ചു ഇങ്ങോട്ട് വരാനുള്ള നടപടി മോൻ സ്വീകരിച്ച്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, വിഷമിക്കരുത്, പ്രയാസപ്പെടുന്ന ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് കാലത്ത് ഇത് രാത്രി തന്നെ ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് നീങ്ങി. അപ്പോൾ രാവിലെ ആകുമ്പോൾ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. ഈ ബോഡി നേരെ പോലീസ് കൺട്രോൾ റൂം PCR കൊണ്ടുവന്നു, ശ്രീനഗർ ഹെഡ് ക്വാർട്ടറിലെ. അപ്പോൾ അവിടെ എല്ലാ കഫിൻസും ആ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇതറിയിച്ചില്ല. ഞാൻ ആ കുട്ടിയുടെ ധൈര്യത്തെ, ഒരു വല്ലാത്ത സാഹചര്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള ആരതിയുടെ മനസ്സാന്നിധ്യത്തെയും ആ കുട്ടിയുടെ വലിയതായിരിക്കുന്ന മനസ്സാന്നിധ്യത്തെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയെ അറിയിക്കാതെ മക്കളെ, 2 കുട്ടികളെ അവരുടെ അടുത്ത് നിർത്തി ഈ പ്രൊസീജിയർ മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് ഓടി നടന്നതായ ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ്. ഇപ്പോൾ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് നിങ്ങളടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ടാണല്ലോ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങൾ അത് എല്ലാ കാര്യങ്ങളും നടത്തി. ഞങ്ങൾ ഈ ബോഡിയിൽ ഞങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു പറഞ്ഞു, അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അച്ഛൻ്റെ ബോഡി കിടക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും, നേരെ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയാൽ മതി. അവർ നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള നടപടി സ്വീകരിച്ച് അവർ എയർപോർട്ടിലേക്ക് പോയി. എന്നിട്ട് അച്ഛൻ്റെ ബോഡി കൊണ്ടുപോയ അതേ ഫ്ലൈറ്റിൽ ഈ മക്കൾ, അമ്മ അറിയാതെ അച്ഛൻ്റെ ബോഡി കിടക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് നാട്ടിലെത്തിയപ്പോഴാണ് അമ്മ ഈ വിവരം അറിയുന്നത്.
ഇപ്പം നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പം പഹൽഗാമിന് ഒരു തിരിച്ചടി ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. ആളുകൾക്കൊക്കെ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ആശങ്കയുടെ വകയുണ്ടോ, അതോ സമാധാനപരമായി ഞാൻ അതിലേക്ക് വരുന്നതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് നേരിട്ടതായ പിന്നെ അവിടെ രണ്ട് കാര്യങ്ങൾ ഷിബു ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ആ സെൻട്രൽ പോലീസ് കൺട്രോൾ റൂം പരിസരത്ത് ഈ ബോഡി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ 25 ബോഡിയാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. ആ 25 ബോഡിയുടെ ലിസ്റ്റുണ്ട്. ആ 25 ബോഡിയും വെച്ചതെടുത്ത് ഒരു പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പവലിയനിലാണ് ഈ ബന്ധുക്കൾ നിന്നിരുന്ന സ്ഥലം. വല്ലാത്തൊരു ഭയാനകമായ, ജീവിതത്തിലൊരിക്കലും മറക്കാൻ കഴിയാത്തതായ അനുഭവമാണ്. കൂടെ യാത്ര ചെയ്ത അച്ഛൻ മരിച്ചവർ, കൂടെ യാത്ര ചെയ്ത ഭർത്താവ് മരിച്ചവർ, കൂടെ യാത്ര ചെയ്ത മകൻ പോയവർ, അവർ സ്വന്തം ശരീരത്തിൽ ആക്രമിക്കുന്നു, വാവിട്ട് നിലവിളിക്കുന്നു. എല്ലാ രീതിയിലുള്ള നിസ്സഹായതയും അവിടെ നിന്ന് നേരിട്ട് കാണും. എന്തു പറയണം എന്നുള്ളത് അറിയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി KC വേണുഗോപാൽ, പിന്നെ ഉമർ അബ്ദുള്ള തുടങ്ങിയ ആളുകളും, കർണാടക ലേബർ മന്ത്രിയായിട്ടുള്ള ശ്രീ സന്തോഷ് ലാഡ് ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് വന്നു. ഞങ്ങളും അവരുടെ കൂടെയൊക്കെ നിന്ന് സംസാരിച്ച് ആശ്വസിപ്പിച്ച് പരമാവധി അവരെ ആശ്വസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്കൊക്കെ ആശ്വസിപ്പിച്ചാലും സാധിക്കില്ല. അവർ എല്ലാവരോടും പൊട്ടിത്തെറിച്ചും കരഞ്ഞ് ആർത്തട്ടസിച്ചും വിലപിക്കുന്ന ഒരു വല്ലാത്ത ഭയാനമായ രംഗം. ഞാൻ ഇന്നത്തെ ഈ ദിവസം ആ കരച്ചിൽ കണ്ട ആളുകൾക്ക് മനസ്സിന് ഇച്ചിരി സമാധാനം കിട്ടിയ ദിവസം. ഒരുപക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അവരുടെ ഭാര്യമാരുടെ ഒരു സമാധാനത്തിന് വേണ്ടി മിഷൻ സിന്ദൂർ എന്ന് പേരിട്ട് അതിന് ആ പേരിട്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെററിസ്റ്റ് രാഷ്ട്രം രാജ്യത്തെ തകർക്കാൻ, ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയിലെ സാമുദായിക ധ്രുവീകരണവും വർഗീയതയും ഉണ്ടാക്കാൻ ആവശ്യമായ നടപടിയുടെ ഭാഗമാണ് അവർ ആ പദപ്രയോഗം നടത്തി അവർ ഷൂട്ട് ചെയ്യുന്നത്. മതം നോക്കി അവർ ഷൂട്ട് ചെയ്തത്. ഇന്ത്യക്ക് മതമില്ല, ഇന്ത്യക്ക് ജാതിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന വികാരം ഒറ്റക്കെട്ടാണ്. അവിടെയാണ് ഒരു കുതിരസവാരിക്കാരൻ, ഇന്ത്യ രാജ്യത്തെ ഒരു നേവി ഓഫീസറെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും, വിനയ് നർവാളിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുതിരപ്പുറത്ത് കൊണ്ടുപോയി ബൈസരം വാലിയിലേക്ക് കൊണ്ടുപോയതായിരിക്കുന്ന ആ മിടുക്കൻ കൊല്ലുമ്പോൾ അദ്ദേഹം തടുത്തു. നിങ്ങൾ എന്തിനായി നിരപരാധികളെ കൊല്ലുന്നത് എന്ന് ചോദിച്ച് ആ തോക്കിങ് പിടിച്ചു. അദ്ദേഹം വെടിവെച്ച് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഭീകരതയ്ക്ക് മതമില്ല, അവരാരെയും കൊല്ലും. ഇന്ത്യ രാജ്യത്തെ തകർക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ അജണ്ട. ആ അജണ്ടയ്ക്ക് അതിശക്തമായ തിരിച്ചടി ഇന്ത്യ രാജ്യം കൊടുത്തു. ആ തിരിച്ചടിക്ക് നേതൃത്വം കൊടുത്തത് 2 ധീര വനിതകളാണ്. 2 ധീരരായ വനിതകൾ. ആ വനിതകളെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന, പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, രണ്ടാമത്തത് സോഫിയ ഖുറേഷി കേണൽ. ഇവർ 2 പേരുമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ അമ്മമാരുടെ, സഹോദരിമാരുടെ സിന്ദൂരം മായ്ക്കാൻ, തകർക്കാൻ ആവശ്യപ്പെട്ടതായിരിക്കുന്ന ഭീകരർക്കെതിരെ സിന്ദൂർ എന്നുള്ള ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് 2 വനിതകൾ നേതൃത്വം കൊടുത്ത് അവിടെ മസൂദ് അസറിനെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളുടെ കുടുംബത്തെ, തീവ്രവാദ ക്യാമ്പുകളെ ഉന്മൂലനം ചെയ്യാനും തകർക്കാനും രാജ്യം നേതൃത്വം കൊടുത്ത ദിവസമാണ്. ഈ രാജ്യം ഒരിക്കലും തളരില്ല. രാജ്യം ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, അത് 2ാം സ്ഥാനത്താണ്. രാഷ്ട്രമാണ് വലുത്. ഈ രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും പാകിസ്ഥാൻ നടത്തിയതായിരിക്കുന്ന ശ്രമത്തിനുള്ള കനത്ത തിരിച്ചടി ഇന്നത്തെ ദിവസം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സേന മോശക്കാരല്ല, അവർ ഏറ്റവും ഉയർന്ന പദവിയുള്ളവരാണ്. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ പാഠം പഠിപ്പിക്കാൻ ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന് സാധിക്കും. അവരുള്ള ആത്മവിശ്വാസവും വിശ്വാസവും പൂർണ്ണമായി ഈ സമയത്ത് പ്രകടിപ്പിക്കാൻ. ഓക്കെ, നമ്മൾ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ മോക്ക് ഡ്രില്ലിലടക്കം MLA പങ്കെടുത്തല്ലോ. ആളുകൾക്കൊരാശങ്ക മനസ്സിലുള്ള ദിവസങ്ങൾ, മണിക്കൂറുകളാണുള്ളത്. ആ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഇന്ത്യ സുരക്ഷിതമാണ്. ഈ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. കുടുംബത്തിൻ്റെ കൂടെ, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, കുടുംബത്തിൻ്റെ കൂടെ താമസിക്കുന്നതായിരിക്കുന്ന ജവാന്മാരോട് വരെ ലീവ് ക്യാൻസൽ ചെയ്ത് വരാൻ ഈ രാജ്യത്തിൻ്റെ സൈന്യം ആവശ്യപ്പെട്ടു. ഇനി അത് കഴിഞ്ഞ് ഒരു ഘട്ടം വന്നാൽ
ഈ രാജ്യത്തിൻ്റെ സേവനത്തിന് ഏതെല്ലാം തരത്തിൽ ആളുകളെ ആവശ്യമുണ്ടോ ആ സേവന പ്രവർത്തനം നടത്താൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരുക്കുക. രാജ്യമാണ് വലുത്. രാജ്യത്തെ കാക്കാനുള്ള ഈ പോരാട്ടം നമ്മൾ ജയിക്കും. 65-ലെ പാകിസ്ഥാൻ യുദ്ധം നമ്മൾ തകർത്തല്ലോ പാകിസ്ഥാനെ. അവരുടെ കയ്യിൽ നിന്നുള്ള ഭൂമി നമ്മൾ തിരിച്ചു പിടിച്ചല്ലോ. താഷ്കന്റ് ഉടമ്പടിയിലാണ് നമ്മൾ തിരിച്ചു കൊടുത്തത്. 971-ലെ രണ്ടാം പാകിസ്ഥാൻ യുദ്ധം, പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം പിടിച്ചെടുത്ത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യമുണ്ടാക്കി മുജീബ് റഹ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ. ഇന്ത്യ അതാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച ഇന്ത്യ. ആ പാഠം പഠിപ്പിച്ച ഇന്ത്യ ഇന്ന് വീണ്ടും ഉയർന്ന് പാകിസ്ഥാൻ്റെ ഭീകരതാവളങ്ങൾ മുഴുവൻ തകർക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യം ഒരിക്കലും അസ്ഥിരപ്പെടില്ല. രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ ഭരണകൂടത്തോടൊപ്പം ഒന്നിച്ച് നമ്മളെല്ലാവരും നിൽക്കും. ഓക്കെ, അപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദേശസ്നേഹം പ്രകടമാക്കേണ്ട, നമ്മുടെ രാജ്യസ്നേഹം പ്രകടമാക്കേണ്ട ഓരോ പൗരൻ്റെയും പൗരബോധം ഉണരേണ്ട ഒരു സമയമാണിത്. അതിന് ഒറ്റക്കെട്ടായി നമുക്ക് നിലകൊള്ളാം. രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, ഈ ദേശത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പടപൊരുതാൻ ഏത് സമയവും സന്നദ്ധരായി നമ്മളെല്ലാവരും ഉണ്ട് എന്ന് MLA പറഞ്ഞതുപോലെ അതിന് സന്നദ്ധരാകാൻ മനസ്സുകൊണ്ടെങ്കിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വീട്ടിലിരിക്കുന്ന നമുക്കൊക്കെ കഴിയണം. പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങാൻ കഴിയണം. സമാധാനമുണ്ടാകട്ടെ, യുദ്ധമല്ല നമുക്ക് ആവശ്യം. പക്ഷേ സമാധാനം, രാജ്യത്തിൻ്റെ ഈ ഐക്യം കാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.